വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ബറോസ് ഫിലിമിൻ്റെ പുതിയ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന, മോഹൻലാൽ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് ബറോസ്. അപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഇത് ഡയറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റാരും ഡയറക്റ്റ് ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാകുമായിരിക്കും. എന്തായാലും ഇതൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. കുട്ടികളെയൊക്കെ കൂട്ടിക്കൊണ്ട് ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന മൂവിയാണ്. കുട്ടികൾക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും എന്നാണ് കരുതുന്നത്. ഇനി സിനിമ കണ്ടു കഴിഞ്ഞാലേ അറിയുള്ളൂ. 3D ഫിലിമാണ്. അപ്പം ഞാനിത് കങ്കുവ സിനിമയ്ക്ക് പോയിരുന്നപ്പോൾ തിയേറ്ററിൽ ഈ സിനിമയുടെ ട്രെയിലർ കാണിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ആ 3D കണ്ണട ഇട്ടുകൊണ്ട് തന്നെയാണല്ലോ അവിടെ ഇരുന്നത്. അപ്പോൾ ഇതും 3D ആണ്. അപ്പോൾ 3Dയിൽ കുറേ കാര്യങ്ങൾ, മാറ്റേഴ്സ് ഇതിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അതൊക്കെ നമുക്കിപ്പോൾ ട്രെയിലറിൽ കാണാം. കൊട്ടാരത്തിനകത്തെ ഒരാട്ടാറ് ഭൂതമുണ്ട്. ഞാൻ ബറോസ്, നൂറ്റാണ്ടുകളായി നിധി കാക്കുന്ന ഭൂതം. അത് ശരി. അപ്പോൾ ബറോസ് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഈ സിനിമയിൽ നിധി കാക്കുന്ന ഭൂതമായിട്ടാണ് അഭിനയിക്കുന്നത്. നല്ല ആനിമേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇസബെല്ല, ഇപ്പോൾ ആ കുട്ടി എറിഞ്ഞ സംഭവമില്ലേ, അത് 3Dയിൽ കാണുമ്പോൾ നമ്മുടെ മുഖത്ത് തന്നെ വന്ന് തട്ടുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സംഭവമൊക്കെ തിയേറ്ററിൽ ആ 3Dയിൽ കാണുമ്പോൾ നമ്മൾ തന്നെ ആ സ്ക്രീനിൻ്റെ ഉള്ളിൽ പോയ പോലെ ഒരു അനുഭവമാണ് തോന്നിയത്. അപ്പോൾ ട്രെയിലറിൽ കുറച്ച് കാര്യങ്ങളല്ലേ കാണിക്കുള്ളൂ. അപ്പോൾ സിനിമയിൽ കുറേ കാര്യങ്ങളുണ്ടെന്ന് പ്രതീക്ഷിക്കാം. അതെന്താ ഒരു സാധനം? ലാലേട്ടൻ എന്തോ ഒരു പോർച്ചുഗീസ് മോഡലിലുള്ള വേഷത്തിലാണ്. അപ്പം എറിഞ്ഞ സംഭവമില്ലേ, അതൊക്കെ നന്നായിരുന്നു 3Dയിൽ. മറ്റൊരാളെ ഓർത്ത് തൂകുന്ന കണ്ണുനീരിലും മഹത്തായ ഒരു നിധി ഈ ലോകത്തില്ല മോളെ. നല്ലൊരു തത്വമാണ്. മൊത്തം മാന്ത്രിക വിദ്യയാണ്. ഇതിപ്പോൾ കാണുമ്പോൾ ഈ കഥപുസ്തകങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന സംഭവങ്ങളില്ലേ, അതുപോലെ തന്നെയുണ്ട്. ആനിമേഷനൊക്കെ നന്നായിട്ടുണ്ട്. ലാലേട്ടൻ്റെ കൂട്ടുകാരനായിരിക്കും തോന്നുന്നു അത്. അങ്ങോട്ടാണ് കുടിക്കുമ്പോൾ പോകുന്നത്. ഡിസംബർ 25-നാണ് ഈ സിനിമ റിലീസാകുന്നത്. അപ്പോൾ ഞാൻ ആ സിനിമ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരാളെ ഓർത്തു തൂങ്ങുന്ന കണ്ണുനീരിലും മഹത്തായ ഒരു നിധി ഈ ലോകത്തില്ല മക്കളെ. റിംബീറ്റോ ഡിവോൾട്ട ഡിഗാമ.